90കളിൽ പച്ചപ്പും നെൽവയലുകളും നിറഞ്ഞ ഒരു ചെറിയ ഇന്ത്യൻ ഗ്രാമത്തിൽ രണ്ട് സഹോദരങ്ങൾ ജീവിച്ചിരുന്നു. മൂത്തവൻ രാഘവൻ, ഇളയവൻ മാധവൻ. അവരുടെ അച്ഛൻ മരിച്ചതിനുശേഷം സ്വത്ത് വിഭജിച്ചു. രാഘവന് കിട്ടിയത് ഗ്രാമത്തിന്റെ പ്രധാന ചന്തയിലെ വലിയ വീട്, ഒരു കട, 2 ഏക്കർ നല്ല കൃഷിഭൂമി. ചേട്ടാ, തക്കാളിയുണ്ടോ? ഉണ്ട്, ഇന്നലെ പാടത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. നല്ല ഫ്രഷാണ്. ശരി ചേട്ടാ, 1 കിലോ കൊടുക്കൂ. ഇതാ, വേറെന്തെങ്കിലും വേണോ? ഇല്ല ചേട്ടാ, ഇത്ര മതി. മാധവന് കിട്ടിയത് ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു പഴയ വീട്, 1 ഏക്കർ വരണ്ട നിലം. മാധവൻ ദുഃഖിച്ചില്ല. നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാം, അവൻ ഭാര്യ ലക്ഷ്മിയോട് പറഞ്ഞു. പക്ഷേ രാഘവന്റെ മനസ്സിൽ സ്വാർത്ഥത നിറഞ്ഞിരുന്നു. ഇവൻ ഒരിക്കലും ഉയരരുത്, അവൻ വിചാരിച്ചു. കൃഷി തുടങ്ങാൻ വിത്തും വളവും വേണ്ടിയായപ്പോൾ മാധവൻ ചേട്ടന്റെ കടയിൽ പോയി. ചേട്ടാ, കുറച്ച് വിത്ത് കടമായി തരാമോ? വിളവിനു ശേഷം തിരിച്ചു തരാം. രാഘവൻ ചിരിച്ചു. തരാം, പക്ഷേ ഈ പേപ്പറിൽ ഒപ്പിടണം. അതൊരു സാധാരണ കടപ്പത്രമല്ലായിരുന്നു. കടമടച്ചില്ലെങ്കിൽ നിലം രാഘവന്റെ പേരിലേക്ക് മാറുമെന്നായിരുന്നു അതിലെ വ്യവസ്ഥ. വിശ്വാസത്തോടെ മാധവൻ ഒപ്പിട്ടു. ആ വർഷം മഴ കുറഞ്ഞു, വിളവ് കുറവായി. കടമടയ്ക്കാൻ കഴിഞ്ഞില്ല. രാഘവൻ നിലത്തിന്റെ പകുതി സ്വന്തമാക്കി. ഗ്രാമക്കാർ അവനെ കഠിനഹൃദയനെന്നു പറഞ്ഞു. എന്നാലും മാധവൻ തളർന്നില്ല. ചെറിയ പച്ചക്കറി കൃഷി തുടങ്ങി. 2 പശുക്കൾ വാങ്ങി, പാൽ വിറ്റ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയി. ഹേ, എനിക്ക് വളരെ ദാഹമുണ്ട്. കുറച്ച് വെള്ളം തരാമോ? ഇത് കണ്ട രാഘവൻ അസൂയപ്പെട്ടു. ഗ്രാമത്തിലെ പൊതുകിണറിനു ചുറ്റും മതിൽ പണിതു. ഇതെന്നെ ഭൂമിയിലാണ് എന്നു പറഞ്ഞു. കർഷകർക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടായി. മാധവൻ പഞ്ചായത്തിൽ പരാതി നൽകി. പഴയ രേഖകൾ പരിശോധിച്ചപ്പോൾ കിണർ പൊതു സ്വത്താണെന്ന് തെളിഞ്ഞു. രാഘവന് അപമാനം നേരിട്ടു. ഗ്രാമക്കാർ മാധവനെ പിന്തുണച്ചു. ഇതോടെ രാഘവൻ വീണ്ടും ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. നമ്മൾ ചേർന്ന് കൃഷി ചെയ്യാം, ലാഭം പകുതി പകുതി, അവൻ പറഞ്ഞു. മാധവൻ വിശ്വസിച്ചു. പക്ഷേ രാഘവൻ ഉദ്ദേശപൂർവം മോശം വിത്തുവടുത്തു. സ്വന്തം വയലിൽ നല്ല വിത്ത് വിതച്ചു. മഴ പെയ്തപ്പോൾ രാഘവന്റെ വയൽ പച്ചയായി, മാധവന്റെ വയൽ മോശമായി. ഗ്രാമത്തിൽ വാർത്ത പരന്നു, മാധവന് കൃഷി അറിയില്ല. മാധവൻ ദുഃഖിച്ചു. പക്ഷേ ഒരു വയോധിക കർഷകൻ അവനോട് പറഞ്ഞു, സത്യസന്ധനാവനെ ദൈവം പരീക്ഷിക്കും, ഉപേക്ഷിക്കില്ല. ആ വാക്കുകൾ മാധവന് ശക്തിയായി. അവൻ പുതിയ രീതികൾ പഠിച്ചു. ജൈവ കൃഷി തുടങ്ങി. വിത്ത് നേരിട്ട് സഹകരണ സംഘത്തിൽ നിന്ന് വാങ്ങി. പച്ചക്കറികൾ നഗരത്തിൽ നേരിട്ട് വിറ്റു. മഴ നല്ലതായി, വിളവിരട്ടിയായി. അവൻ ബാങ്ക് വായ്പയെടുത്ത് ചെറിയ അരി മില്ല് തുടങ്ങി. ഗ്രാമത്തിലെ കർഷകർ അവിടെ നെല്ലരപ്പിച്ചു. മാധവന്റെ പേര് ഗ്രാമത്തിലുയർന്നു. അതേസമയം രാഘവൻ ഇപ്പോഴും ഉയർന്ന പലിശയ്ക്ക് കടം കൊടുത്തു. പക്ഷേ സഹകരണ ബാങ്ക് തുടങ്ങിയതോടെ ആളുകൾ അവന്റെ കടം ഒഴിവാക്കി. അവൻ കടത്തിൽ മുങ്ങി. ബാങ്ക് നോട്ടീസ് വന്നു, കടമടയ്ക്കണം, അല്ലെങ്കിൽ കടം പിടിച്ചെടുക്കും. ഒരു വൈകുന്നേരം രാഘവൻ മാധവന്റെ വീട്ടിലെത്തി. എനിക്ക് തെറ്റുപറ്റി, നിന്നെ പലതവണ വഞ്ചിച്ചു, എനിക്ക് സഹായിക്കാമോ? മാധവൻ നിമിഷം മിണ്ടാതിരുന്നു. നഷ്ടപ്പെട്ട നിലവും അപമാനവും ഓർത്തു. പിന്നെ ശാന്തമായി പറഞ്ഞു, ചേട്ടാ, പണം കൊണ്ടല്ല മനുഷ്യൻ വലിയവൻ, മനസ്സുകൊണ്ടാണ്. അവൻ രാഘവനെ അരിമില്ലിലും കൃഷിയിലും പങ്കാളിയാക്കി. ഇത്തവണ സത്യസന്ധമായ കരാർ. ചില വർഷങ്ങൾക്ക് ശേഷം മാധവൻ ഗ്രാമത്തിലെ വിജയകരനായ കർഷകനായി. രാഘവൻ വിനയമുള്ള മനുഷ്യനായി മാറി. ഗ്രാമക്കാർ പറഞ്ഞു, വഞ്ചന താൽക്കാലിക ലാഭം തരാം, പക്ഷേ പരിശ്രമവും സത്യവും സ്ഥിരമായ വിജയം നൽകും.